ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ധാരാളമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ബീഫ് കടയിലൊക്കെ പോയതും അവിടുത്തെ ആ കൊച്ചൻ്റെ സംസാരവും അവൻ ഞങ്ങൾ സാധാരണ ഞങ്ങൾക്ക് ബീഫ് ഞങ്ങൾ തലേന്ന് പറഞ്ഞു വെക്കുമ്പം ഞങ്ങൾക്ക് അവിടെ എടുത്ത് ഫ്രീസറിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കും. അന്നുള്ള ഫ്രഷ് മാലെന്ന് വെച്ചാൽ ഫ്രഷ് സാധനമാണ് നമുക്ക് വെക്കുന്നത്. അപ്പം ആ നല്ല കുറേ പാർട്ടെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കും. അപ്പം ഇന്നെന്ന് പറയുന്നത് ഞങ്ങൾ ചെന്നിട്ട് അവിടെ തൂക്കിയിടുമല്ലേ. സാധാരണ നമ്മൾ ബീഫൊക്കെ തൂക്കിയിടുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ആ സ്റ്റാർട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്കൊരിത് തോന്നും, ഇതാണോ ബീഫെന്ന്. കാരണം മുകളിൽ ഇങ്ങനെ ഈ ഫാറ്റൊക്കെ ഇങ്ങനെ ഉണങ്ങി ഈ ബ്ലഡൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കും, ഇത്തിരി ഡ്രൈ പോലെയുള്ള അതുപോലെ. അതിൻ്റെ അകത്തും നമുക്ക് കണ്ടിച്ച് നല്ല കാണാം. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ ഇട്ടയാണ് ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞ കൊച്ചൻ. നിങ്ങൾ വന്നിട്ട് ആൻറ്റിയുടെ സബ്സ്ക്രൈബേഴ്സും കാണട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇട്ടേ, അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത്. പിന്നെന്തുവാ, പിന്നെ ഒന്നുമില്ല. മീനു ജോബി ഞാനുണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിച്ചത്. ശരി, അതിന് നല്ല കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കറി എന്ന് പറയുന്നത് ഇച്ചിരി ഒരു മധുരം പോലുള്ള, അതെനിക്കിഷ്ടമാണ്, ഇച്ചിരി ഒരു മധുരം വരുന്നത്. അവൾ മുന്തിരിങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ലതായിരുന്നു. എല്ലാവരോടും ഉണ്ടാക്കിയെന്ന് പറയാം. അവർ താല്പര്യമുള്ളവരുണ്ടാക്കി നോക്കും. നമ്മൾ പറഞ്ഞാലുമേ. ഇനിയും പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവുക. നിങ്ങൾ വീഡിയോയൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മുടെ തേയില വെള്ളമൊക്കെ നന്നായി, ഇഞ്ചിയൊക്കെ ഇട്ട തേയില വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പാലൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് കുറച്ച് നേരം കൊണ്ട് അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ, ഇച്ചിരി നേരം തിളക്കട്ടെ. അപ്പം ചായയൊക്കെ തിളച്ച് റെഡിയായി. ഇനി നമുക്ക് ചായ കുടിക്കാമേ. അപ്പോൾ പെട്ടെന്ന് 11 മണിയാകുമ്പോഴത്തേക്കിന് ബീഫ് കടയിൽ ചെല്ലണമെന്ന് അവർ പറഞ്ഞ്. അപ്പം ഞാൻ പെട്ടെന്നൊരു മുട്ടക്കറി ഒരു ഇച്ചിരി ഉച്ചക്കത്തെ ഇച്ചിരി കൂടുതൽ ഞാൻ വെക്കുന്നുണ്ട്. വന്നിട്ട് അത് സമയമില്ലെങ്കിലോ എന്നും പറഞ്ഞ് അത് പെട്ടെന്ന് മുട്ടയും ഇച്ചിരി ഉരുളൻകിഴങ്ങ് കൂടെ ഇട്ടുള്ള ഒരു കറി ഉണ്ടാക്കാനാണ്. ഉരുളൻകിഴങ്ങ് കൂടെ കുക്കറിലൊന്ന് ഒരു വിസിലടിച്ചെടുക്കട്ടെ. അന്നേരം വെജിറ്റബിൾ മാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ മുട്ടക്കറി കൂടെ ഞാൻ വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നൊന്ന് പ്രൈസൻ്റെ സ്കൂളിലൊന്ന് പോവുകയും വേണമായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം തുണി അങ്ങ് കഴുകാനിട്ട് വന്നിട്ട് തുണി വിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ പോയാൽ പിന്നെ നമ്മളിപ്പോൾ 11 മണിക്ക് പോയാൽ വരുമ്പം എങ്ങനെയാണെന്നൊരു 2 മണിയാവും. കാരണം അവിടെ നല്ല റഷും ഉണ്ട് ബീഫ് കടയിൽ. പിന്നെ ഇച്ചിരി ഒന്ന് ആൾ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് അവർ നമ്മളെ വിളിച്ചത്. പക്ഷേ ഞങ്ങൾ ചെന്നിട്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് അവർ 2 പേരുണ്ടെങ്കിലും പിന്നെ ഒരു എക്സ്ട്രായ്ക്കൂടെ സഹായത്തിനുണ്ട് എമർജൻസിക്ക്. എന്നാലും നമ്മൾ ഇവിടുന്ന് ഇത്തിരി ദൂരവും ഉണ്ട്. കാരണം അവിടെ നമ്മൾ ഈ പോകുന്ന സ്ഥലത്താണ്. നമ്മുടെ അടുത്തൊരെണ്ണം ഉണ്ട്, പക്ഷേ അവിടുത്തെ എനിക്ക് അത്രയും അങ്ങോട്ട് താല്പര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരാകുമ്പോൾ നമ്മളെ അറിയാൻ കുറേ ഇപ്പോൾ ഈ 2-3 വർഷം കൊണ്ട് അറിയാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇച്ചിരി പൈസ കൂടിയാലും നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് തരും. മറ്റവരെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം നല്ലതായിട്ട് തന്നു, പിന്നെ അവരത് ഇതിൻ്റെ ഫാറ്റൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ എനിക്കത് നഷ്ടം വരും. എനിക്ക് പിന്നെ എൻ്റെ കൊടുക്കുന്നവർക്കും അത് നമ്മൾ പറയാനൊക്കത്തില്ലല്ലോ, അയ്യോ ഇന്നതാ കാര്യമെന്ന്. കാരണം നമ്മൾ നോക്കി വാങ്ങിക്കണമെന്നുള്ളത് അവർ നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് നമ്മളെ കളിപ്പിച്ച് കളഞ്ഞു. അപ്പം ഞാൻ ഉള്ളിയും ടൊമാറ്റോയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികളൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിലും ഇച്ചിരി ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്, ഇത്തിരി ഒരു കൊഴുപ്പിന് വേണ്ടിയേ. അപ്പം ഞാനൂടെ പോയേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് അറിയിച്ചാൽ തന്നെ പോവുകയാണെങ്കിൽ 1-2 പ്രാവശ്യം കറക്റ്റ് കൊണ്ടുവന്നു. പക്ഷേ എനിക്കങ്ങോട്ടൊരു എന്താ പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നല്ലതായിരിക്കുമോ റീച്ചാൽ നോക്കിയായിരിക്കും എടുക്കുന്നത്, പീസ് എങ്ങനെ ആയിരിക്കും, ചിലപ്പം ഇത്തിരി വലുതായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചിലർ കട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വല പോലെ അടുപ്പിച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വല പോലെ ഇരിക്കും. നമ്മളത് കഴുകുന്നുണ്ടെങ്കിൽ 2 അരിച്ചിലായിരിക്കും. ചിലത് അങ്ങ് കഴുകുമ്പോൾ അങ്ങ് പോകും, അതിൻ്റെ അകത്ത് കുറേ വേസ്റ്റ് ആയിപ്പോവും.
അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊരു മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വീട്ടു ജോലി ചെയ്തുകൊണ്ട് ഇരുന്നാൽ മതി, വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നുള്ള ഒരു ദിവസത്തെ പോക്കാണ് നമുക്കിങ്ങനെ ഈ പോയി വരുന്നത്. കാരണം ഞാനിപ്പോൾ ഇപ്പോൾ ഈ രാവിലെ ഇതുണ്ടാക്കിയിട്ട് പിന്നെ എനിക്ക് വന്നിട്ട് വേണമായിരുന്നു ബാക്കിയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ അച്ചാറിടാനായിട്ട് ഈ ചെയ്യത്തില്ല, ഞാൻ കൊണ്ടുവച്ചിട്ട് പിന്നെ ചെയ്യത്തുള്ളൂ. ഒക്കത്തില്ല എല്ലാം കൂടെ. ഇതെല്ലാം ഒന്ന് കഴുകി വാരി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറേ സമയവും പോകും, അത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് 11 ആകുമ്പോഴത്തേക്ക്, എന്നിട്ട് ഞങ്ങൾ ഒരു 11:30 ആകാറായപ്പോഴാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. ഇറച്ചാൻ സ്കൂളിൽ നിന്നൊക്കെ വരാനും ലേറ്റായി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളെന്ന്. ശരിയെന്ന് പറഞ്ഞു. ആ ഒരു റൂട്ടെന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡാണ്. വഴി അങ്ങനെ ഇത്തിരി വലിയ നല്ല വഴി താറിട്ട റോഡല്ല, ഈ കുണ്ടും കുഴിയൊക്കെ. എനിക്കതിലേക്കൂടെയൊക്കെ വണ്ടിയെ പോകുമ്പം തന്നെ എനിക്കാണെങ്കിൽ ഇല്ല എടുത്തടിച്ചതുപോലെ നമ്മുടെ നടുവും പുറവും എല്ലാം ഊപ്പാടാവും. നമുക്ക് കഷ്ടപ്പാടാന്ന് പറഞ്ഞാലും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പം ഒരിത്തിരി അതിൽ നിന്നൊരല്പം വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ആ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. അതുകൊണ്ട് പലപ്പോഴും പറയും, ഈ വയ്യാഴി കാണുമ്പോൾ പറയും ഇതിനി അങ്ങ് നിർത്തുന്നു. അപ്പം ഞാൻ പറയും ഇല്ല, എനിക്കൊരു വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇച്ചിരി ഒന്നും ബുദ്ധിമുട്ടിയാലും അല്പം എന്തെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ. ഈ കാലത്ത് എങ്ങനെ ജീവിക്കും മനുഷ്യർ ഒരാടെ പേയ്മെൻറ്റും കൊണ്ടൊക്കെ. നമ്മൾ കഷ്ടപ്പെട്ട് 5 പൈസ ഉണ്ടാക്കും, പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കഷ്ടപ്പെടുന്നു. ഒരാടുത്ത് ചോദിച്ചാൽ എത്ര നാൾ തരും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചാൽ അത്രയും നല്ലത്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും അങ്ങ് വീണ്ടും ഹോസ്പിറ്റൽ ജോലിക്ക് പോയാൽ എന്താന്ന്. പക്ഷേ പിന്നെ ചിന്തിക്കും ഇത്രയും 10-18 വർഷത്തെ ഗ്യാപ്പ് വന്നില്ലേ, അപ്പം മിക്കയിടത്തും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിള്ളേരെ കൊണ്ടുവന്നും പറഞ്ഞ് ഇട്ട് പൈസ ഇപ്പം റീച്ചാൻ കൊണ്ട് വാങ്ങിപ്പിച്ച. എടാ നിനക്ക് വേണ്ടേ സീതാപ്പല്ല്? ഈ പുറത്ത് തിന്നരുത്, അകത്തേ തിന്നാവൂ. ലേക്കാ. പക്ഷെ ഇതിലങ്ങനെ അരിയില്ലെന്ന് തോന്നുന്നു. സാധാരണ ഇതിൻ്റെ അകത്ത് അരി കാണും, സീഡ് കാണും. ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇങ്ങനെ ഓരോ ഏതാളും എടുത്ത് തിന്നു ഇങ്ങനെ. അവന് ക്ലാസ്സിൽ ഏതോ പിള്ളേർ കൊണ്ടുവന്നു പറഞ്ഞ ഉടനെ അവിടെ ഇവർ വെളിയിൽ പോയിട്ട് വന്നോണ്ടേ അവിടെ ഇരിക്കുന്ന കണ്ടോണ്ടേ വാങ്ങിച്ചു. എന്താണെങ്കിലും റീച്ചാൻ 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ തിന്നുവാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ആശാൻ ചിന്തിച്ചാൽ മൊത്തത്തിൽ തൊലിയോടുകൂടി അങ്ങ് തിന്നാനാന്നു. അപ്പോൾ ഞാൻ ബീഫ് കടയിൽ വന്നു. അവിടെ ഒരു ബെഞ്ചുണ്ട്, അവിടെ ഞാൻ ഇരിക്കുക. അവർ പറഞ്ഞൊരു 5 മിനിറ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോണ്ട് കൊച്ചൻ പറഞ്ഞ് വീഡിയോ എടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങൾ നേരം ചിന്തിച്ച് നേരത്തെ ഞങ്ങൾ ചെല്ലുമ്പോഴേ ആൾ എല്ലാം തയ്യാറാക്കി വെക്കുമായിരുന്നല്ലേ. അപ്പം എല്ലാവരും കാണിക്കാൻ വേണ്ടി എവിടെ നിന്ന് ഇത് ഈ തുടഭാഗമാണ്, എവിടെ നിന്നാണ് എടുക്കുന്നതെന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി പാവം തൂക്കിയിട്ടിരുന്നതാണ്. അപ്പോൾ ആ പുറത്തെ ആ ഫാറ്റെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ട് അകത്തുനിന്ന് ഫാറ്റില്ലാത്ത അവർക്കൊക്കെ നല്ല പ്രാക്ടീസ് അല്ലേ, അവർക്കെല്ലാം അറിയാമല്ലേ. അപ്പോൾ ആ വശത്തു നിന്നുള്ളതാണ് നമുക്ക് ഈ എടുത്ത് തരുന്നത്. അപ്പം അതുകൊണ്ട് അവർ നേരത്തെ പറയും ഈ കൊണ്ടുവരുന്നത് ഇവർക്ക് ഇനി ഈ രാവിലെ ഈ കൊണ്ടുവരുന്ന മൊത്തം ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേനങ്ങ് തീരും. ചിലപ്പോൾ അതിന് മുമ്പിട്ടേ അങ്ങ് തീരും. പിന്നെ വൈകിട്ട് വീണ്ടും അടുത്ത ഇത് വരും. അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ ഉള്ളവർ ചിലർ ഞാൻ ചിന്തിക്കും ഈ കുളമ്പൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നത് സൂപ്പൊക്കെ ഉണ്ടാക്കാനാണ്. എന്നിട്ട് കീമ ഉണ്ടാക്കുന്ന മെഷീനും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അന്നേരം ഒരു കൂടുതലും ഈ മുസ്ലിം ഏരിയയായി അവിടെ. അപ്പോൾ ഒരു കാക്ക വന്നുണ്ടേ ഇങ്ങനെ എന്തോ വേറൊരു ടൈപ്പ് പാർട്ട് എടുത്ത് കൊടുത്ത്. അന്നേരം പറഞ്ഞത് കീമ ഉണ്ടാക്കുന്നതാണ്, പുള്ളിക്കാരൻ ഹോട്ടലുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരം കട്ട് ചെയ്ത് തരുന്നത് ഈ പുറകെ നിൽക്കുക ആളായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ആശാന കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുതലാളി ഈ പയ്യനാണ്. അപ്പം ഞാൻ ചോദിക്കും വീഡിയോ എടുത്തോട്ടെ എന്നിട്ടേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലർക്കൊന്നും താല്പര്യമാകത്തില്ലല്ലോ അവരുടെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ. ആ തൂക്കി ഇട്ടേക്കുന്നതൊക്കെ ഓരോരുത്തരും ഈ വാരിയെല്ല് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടല്ലേ, അതൊക്കെയാണ് ഇട്ടേക്കുന്നത്. റേച്ചാൻ പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ഈ വാരിയെല്ല് നെഞ്ചാരം ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ പതപ്പുണ്ടല്ലോ, പതപ്പ് ചിലതൊക്കെ എനിക്കറിയാം. കാരണം പണ്ട് ഞങ്ങളുടെ പപ്പ ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ
ഓരോരുത്തർ പണ്ടൊക്കെ ഈ വെട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പശുവിനെയൊക്കെ കാളയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ റീച്ച ഈ പപ്പ ഈ കൂമ്പും കരളും പതപ്പ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. അന്ന് നാട്ടിലൊക്കെ ഈ പങ്ക് കണക്കാണ്, കിലോ കണക്കല്ല, അരപ്പങ്ക് ഒരു പങ്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതൊന്നൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇപ്പൊക്കെ കാണത്തില്ല. അന്നേരം ഈ പപ്പ ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. ഈ അധികം വേവില്ലാത്തയും ഭയങ്കര നെയ്യുള്ളതുമാണെന്ന് തോന്നുന്നു ഈ നെഞ്ചാരം ഭാഗം. അതൊക്കെയാണ് ഈ ഹോട്ടലുകാരൊക്കെ ഈ പൊറോട്ടയ്ക്കൊക്കെ കറി വയ്ക്കാൻ കൊണ്ടുവന്നേ. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് അങ്ങനെ. അന്നേരം ഒരാൾ അവിടെ ഇരുന്ന് പറയുവാ ഇനിയും ഫേമസ് ആവുമെന്ന്. नौकरी होती है, पर्सनल होता है। वो है झुकेगा नहीं तो नौकरी नहीं करना पड़ेगा। नौकरी होती है ना। लेकिन 1 लाख कितना बोला? 30,000। इधर उससे ज्यादा है कि नहीं? हो जाता है। चलो ठीक है, क्या है फिर क्या बोला? ज्यादा नहीं होता तो हवा का क्या आने का तो एक बार जाके आ सकता था, बस ऐसा। അതിൻ്റെ ഇടയ്ക്ക് അവർ വേറെ ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടേത് മാത്രം ചെയ്തുകൊണ്ട് നിന്നാൽ അവർക്കത് ശരിയാവത്തില്ല. അവിടെ അതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ എല്ലോട് കൂടിയ ബീഫുണ്ട്. അപ്പം ഞാൻ റീച്ചനോട് പറഞ്ഞാൽ ഇച്ചിരി എല്ലോട് കൂടിയുള്ളത് വാങ്ങിക്കാം, അതിത്തിരി നല്ല ഇരിക്കുന്ന അവിടെ ഒരെണ്ണം ഒരു പീസ് ഇരിക്കുന്നില്ലേ, അത് ഇവർക്ക് എന്നാൽ റീച്ചൻ വേണ്ടാന്ന്. ഇവർക്കൊന്നും ഈ എല്ലിന്ന് കടിച്ച് തിന്നുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അതിനോട് ഇച്ചിരി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്, എനിക്കത് ഇഷ്ടമാണ്. എന്തോ ചെയ്യാനാ പിന്നെ. ഇവിടെ ഭയങ്കര വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞില്ലേ കൊച്ചൊരു റോഡാണ്, അതുകൊണ്ട് ഒരിത്തിരി ഒരു വണ്ടി ഏതെങ്കിലും ഒന്ന് നിന്നാൽ പിന്നെ അവിടെ ബ്ലോക്കായിപ്പോവും, അത്രയ്ക്ക് ക്രൗഡാണ്. അപ്പം ഒരാൾക്ക് പ്രോൺസും വേണമായിരുന്നു, കുറച്ച് മതിയായിരുന്നു. ഞാൻ പ്രോൺസൊന്നും ഇട്ട് വെക്കത്തില്ല, ഓർഡർ പ്രകാരം വാങ്ങിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണേ ഈ വണ്ടി അടച്ചിട്ടേക്കുമായിരുന്നു. തിരിച്ചു വന്നിട്ടുണ്ടേ അത് തുറന്നിട്ടിരിക്കുന്നു. ആർക്കോ ഓർഡർ വന്ന് അവൻ മീനെടുക്കാൻ വന്നതാണ്. ഇവർക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടല്ലേ. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കയറി ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രോൺസ് കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെ വാങ്ങിച്ച് നമ്മളതിൽ ഒറ്റയടിക്കാൻ കൂടിയത്. അവർ ആ പുള്ളി കൊച്ചൻ പറയുന്നത് അന്ന് ജനുവരിയിൽ കൂടിയ പിന്നെ അത് കുറഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ അവൻ്റെ വാങ്ങിച്ചിട്ട് ഇപ്പം അവർ തന്നെ ഇതിൻ്റെ നൂലും എടുത്ത് തന്നു. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെ ആ പരിപാടി ചെയ്യേണ്ട, അല്ലെങ്കിൽ എത്ര നേരം എടുക്കുമെന്ന് അറിയാമ്പോൾ ഞാൻ ഈ പിച്ചാത്തിയും കൊണ്ട് കുത്തിയിരുന്ന് ഇങ്ങനെ കീറി ആ നൂലെടുക്കുമ്പം. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ് നേരത്തെ ആരും അങ്ങനെ നൂലെടുക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ലായിരുന്നു, ഇപ്പം പക്ഷേ എല്ലാവരും നൂലെടുക്കുമെന്ന് പറയും. അതുകൊണ്ട് അവൻ കത്രിക കൊച്ചു കത്രിക വെച്ചിട്ട് ഇങ്ങനെ, അപ്പം പെട്ടെന്ന് ഇങ്ങനെ പൂന്തി എടുത്തിട്ട് പിന്നെ ഒന്ന് കഴുകുമ്പോഴേ ആ നൂലെല്ലാം ഇങ്ങ് ചാടി വരും. എന്തോ ചെയ്യാൻ, എല്ലാത്തിനും വില തന്നെ, വില. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.